بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് നല്ല മുസ്ലിമായി, മുഅ്മിനായി, മുവഹ്ഹിദായി ജീവിച്ച് മരിക്കാൻ സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അവനെ ഭയപ്പെട്ട് അവനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം മനസ്സിലാക്കി, സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിച്ച് ഒരു നല്ല മുഅ്മിനായി ജീവിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. റമദാൻ അവസാനിച്ചു. പള്ളികളിൽ യാത്രക്കാരല്ലാതിരുന്നിട്ട് പോലും സമയബന്ധിതമായി ജമാഅത്തിനും ജുമുഅക്കും എത്തുന്നതിൽ മുസ്ലിം ഉമ്മത്ത് പിറകോട്ട് പോകാൻ തുടങ്ങി. യാത്രക്കാരല്ലാതിരുന്നിട്ട് പോലും മുസ്ലിം ഉമ്മത്ത് ജമാഅത്തിനും ജുമുഅക്കും സമയബന്ധിതമായി പള്ളിയിലെത്തുന്നത് പതുക്കെ പതുക്കെ പിറകോട്ട് പോയി തുടങ്ങി. പരിശുദ്ധ റമദാനിൽ പള്ളിയിൽ സ്ഥലമില്ലാത്ത പ്രശ്നമാണ് ഉണ്ടായത്. പല സ്ഥലത്ത് ഇമാമ് പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് കൂടി സൗകര്യപ്പെടുത്തി കൊടുക്കണം, ഒന്ന് അടുത്തു നിൽക്കണമെന്ന് പല പള്ളികളിൽ നിന്നും പറയുന്നത് കേട്ടു. അതേ മനുഷ്യർ ഇന്ന് ആ പള്ളിയുടെ പരിസരത്തും ആ മഹല്ലിലും ആ ഗ്രാമത്തിലും ആ പട്ടണത്തിലുമുണ്ട്. പക്ഷേ എന്താ സംഭവിച്ചത്? ഈമാനിന് ചോർച്ച സംഭവിച്ചു. പിശാചിന് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ഏർപ്പാടാണ് ഒരു മുസ്ലിം സുജൂദിൽ വീഴുക എന്നത്. സുജൂദിൽ ഒരു മനുഷ്യൻ വീഴുന്നത് കണ്ടാൽ പിശാച് കരയും. പ്രവാചകൻ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മുസ്ലിം സുജൂദിലേക്ക് പോകുന്നത് കണ്ടാൽ പിശാച് പൊട്ടിപ്പൊട്ടിക്കരയും. എന്നിട്ട് പിശാചുക്കളുടെ കൂട്ടുകാരോട് പറയും, ആ ചങ്ങാതി സുജൂദിലേക്ക് പോയി, അവൻ സ്വർഗമുറപ്പിക്കുകയാണ്. എന്നോട് എന്റെ റബ്ബ് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ പിറകോട്ട് പോയി, എനിക്ക് നരകമുറപ്പായി എന്നിങ്ങനെ പിശാചുക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമെന്ന് കളവ് പറയാത്ത പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങളൊക്കെ ചിലപ്പോ കച്ചവടങ്ങൾക്കും ബിസിനസ് ആവശ്യാർത്ഥമൊക്കെ ഈ പരിസരത്ത് വന്നവരുണ്ടാകാം, ഈ പരിസരത്ത് താമസിക്കുന്നവരുണ്ടാകാം. ഇശാ ജമാഅത്തിനും സുബഹി ജമാഅത്തിനുമൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ മഹലിലെ, നാടിലെ അടുത്തുള്ള പള്ളിയിലേക്കായിരിക്കും നിങ്ങൾ ലക്ഷ്യം വെക്കുക. കുഴപ്പമില്ല, ഉളുവോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുക. പ്രവാചകൻ പറഞ്ഞു, മൻ തവല്ലഅ ലിസ്സലാത്ത്, ഒരാൾ ഉളുവെടുത്ത് നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുകയാണ്, ഒരുങ്ങുകയാണ്. ഫഅസ്ബഗൽ വുളൂ, അവന്റെ വുളൂ അവൻ ഭംഗിയായി നിർവഹിച്ചു. കൈയിന്റെ മുട്ട് നനയണം, കൈയിന്റെ മുട്ടുൾപ്പെടെ നനയണം. അതുകൊണ്ടൊന്ന് കയറ്റി കഴുകിക്കൊണ്ട് മുഅ്മിൻ ശ്രദ്ധ പാലിച്ചു. കാലിന്റെ നെരിയാണി ശരിയാവണ്ണം കഴുകി നനയണം. അതുകൊണ്ട് കാലിന്റെ മുകളിലേക്ക് അല്പം കയറ്റി കഴുകി. അങ്ങനെ കൈകാലുകളും
ഉളുവിന്റെ അവയവങ്ങളുമെല്ലാം ഭംഗിയായി വെള്ളം തട്ടേണ്ട സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി മുകളിലേക്ക് കയറ്റി കഴുകി സൂക്ഷ്മത വരിച്ചവർ നാളെ പരലോകത്ത് ജനകോടികൾ ഒന്നിച്ചു നിൽക്കുമ്പോ അവിടെ കൈകാലുകൾ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്. ആദം നബി മുതൽ ലോകം അവസാനിക്കുന്ന അന്ന് ലാസ്റ്റ് ടൈമിന് ജനിച്ച കുട്ടി വരെ റബ്ബ് വിളിച്ച കോടതിയിൽ മൈതാനത്ത് വന്നു നിൽക്കുമ്പോ ചില ആളുകളുടെ കയ്യും കാലും മുഖവും ഒക്കെ ഇങ്ങനെ തിളങ്ങും. അപ്പോ ചോദിക്കും ആളുകൾ, എന്താണ് അവർക്ക് പ്രത്യേകത? അപ്പൊ മലക്കുകൾ ഉറക്കെ വിളിച്ചു പറയും, അവർ വുളുവിന്റെ വിഷയത്തിൽ ശ്രദ്ധയോടുകൂടി കയറ്റി കഴുകി ശ്രദ്ധ പാലിച്ചവരാണ് എന്ന് ഉത്തരം കിട്ടും. എല്ലാ മനുഷ്യരെക്കാളും ചില ആളുകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കും. കഴുത്തും അവരുടെ ശരീരവും ഒക്കെ അല്പം ഹൈറ്റിലേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കും. എന്താ അവർക്ക് മാത്രം ഇത്ര ഹൈറ്റ് എന്ന് ചോദിക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു, അവർ അള്ളാഹുവിന്റെ വീട്ടിലേക്ക് നിസ്കാരത്തിന് വേണ്ടി വിളിച്ചവരാണ്, ബാങ്ക് കൊടുത്തവരാണ്. അവർക്കുള്ള പ്രത്യേകതയാണ് പരലോകത്ത് ആൾക്കൂട്ടത്തിൽ നിന്ന് അവരെ ഒന്ന് അള്ളാഹു ഉയർത്തി നിർത്തും. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബാങ്ക് കൊടുക്കുന്നതിന്റെ കൂലി നിങ്ങളുടെ മഹല്ലിലെ ആളുകൾക്ക് അറിയുമായിരുന്നുവെങ്കിൽ ഞാൻ കൊടുക്കാം ളുഹർ, ഞാൻ കൊടുക്കാം അസർ എന്ന് പറഞ്ഞ് പള്ളിയിൽ തർക്കമുണ്ടാവുകയും പള്ളി ഭാരവാഹികൾ ഒരു നറുക്കെടുപ്പിലൂടെ ബാങ്ക് കൊടുക്കാൻ ആളെ നിശ്ചയിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ എന്റെ ഉമ്മത്തിന് ബാങ്ക് കൊടുക്കുന്നതിന്റെ കൂലി മനസ്സിലായിട്ടില്ല. മനസ്സിലായില്ലേ? നമ്മളെ നാട്ടിൽ ഇപ്പൊ നന്നായി ലക്ഷങ്ങളൊക്കെ വരുമാനമുള്ള വലിയ ബിസിനസ് ഒക്കെ നടത്തുന്ന ആള് ഒരു 2 നേരം ബാങ്ക് കൊടുത്ത ആളുകൾക്ക് അത്ഭുതമായിരിക്കും. അയാൾ എന്തൊരു നല്ല മനുഷ്യനാ, ബാങ്ക് കൊടുക്കാനൊക്കെ നേരത്തെ ആരാന്നാണ് അയാള്. ഭയങ്കര ആ നാട്ടിൽ തന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെ വലിയ അറിയപ്പെട്ട കോടീശ്വരനാണ് അയാൾ. ബാങ്ക് കൊടുത്ത അത്ഭുതമായിരിക്കും. ബാങ്ക് കൊടുക്കാനൊക്കെ ഒരാളെങ്ങനെ ഏൽപ്പിക്കലാണ്. അതൊരു ഉത്തരവാദിത്തമാണ് പള്ളി കമ്മിറ്റിക്ക് ഏൽപ്പിക്കുക, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ നേരത്തെ വന്ന പള്ളിയിലെത്തി നിങ്ങൾക്ക് ബാങ്ക് നന്നായി കൊടുക്കാൻ അറിയുമെങ്കിൽ അത് ഏറ്റെടുക്കുക, ചോദിച്ചു വാങ്ങുക. അതിന്റെ പ്രതിഫലമെങ്ങാനും നിങ്ങൾക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ പള്ളിയിൽ നറുക്കെടുപ്പ് നടത്താതെ ബാങ്ക് കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞതാരാ? പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ പ്രതിഫലമാണ്. ഇതൊക്കെ പരലോകത്ത് നാളെ വരാൻ പോകുന്നതാണ്. അപ്പൊ മൻ തവല്ലഅ ലിസ്സലാത്ത്, നമസ്കാരത്തിന് വേണ്ടി ഒരാൾ വുളു എടുത്തു, ഫഅസ്ബഗൽ വുളു ثم മശാ ഇല സ്വലാത്തിൽ മക്തൂബ, ഫർളായ നമസ്കാരത്തിന് വേണ്ടി അയാൾ നടക്കുകയാണ്. അങ്ങനെ ഫസല്ലാഹാ മഅൻ നാസ് ഔ മഅൽ ജമാഅ ഔ ഫിൽ മസ്ജിദ്, അങ്ങനെ ആളുകളുടെ കൂടെ ജമാഅത്തായി പള്ളിയിൽ വെച്ച് അയാൾ നമസ്കാരം നിർവഹിക്കുകയാണ്. ഗഫറല്ലാഹ്, ആ ഒരു ജമാഅത്തിൽ പങ്കെടുത്തത് കൊണ്ട് അല്ലാഹു തആല ഗഫറല്ലാഹു ലഹു ദുനൂബഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അതിന് വീട്ടിൽ നിന്ന് ഒളിവെടുത്ത് പള്ളിയെ ലക്ഷ്യം വെച്ച് നടക്കണം. നടക്കാൻ പറ്റുന്ന ദൂരമാണെങ്കിൽ നടക്കുക, കുറെ ദൂരമുണ്ടെങ്കിൽ നമുക്ക് വാഹനമെടുക്കാം, അതിനൊന്നും പ്രശ്നമില്ല. നടന്ന് പോവാൻ പറ്റുന്ന ദൂരമാണെങ്കിൽ പള്ളിയിലേക്ക് നടന്നു വരാൻ ശ്രമിക്കുക. ഒളിവോടുകൂടി വീട്ടിൽ നിന്ന് ഒളിവെടുത്ത് പള്ളിയെ ലക്ഷ്യം വെച്ച് ജമാഅത്തിനെ ലക്ഷ്യം വെച്ച് പള്ളിയിൽ വന്ന് തഹയ്യത്ത് നമസ്കരിച്ച് പ്രത്യേകമായ സുന്നത്ത് നമസ്കാരം ഉണ്ടെങ്കിൽ അത് നിർവഹിച്ച് ജമാഅത്തിന് വേണ്ടി ഇഖാമത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയം പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം കിട്ടുന്ന സമയമാണ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, അസ്സലാത്തു നൂറുൻ, ഈ നമസ്കാരം എന്നത് പ്രകാശമാണ്. നമസ്കാരം എന്നതൊരു മുഅ്മിനിന്റെ പ്രകാശമാണ്. കറക്റ്റ് നിസ്കരിക്കുന്ന ആളുടെ ജീവിതത്തിൽ ഒരുപാട് ചിട്ടയും അതുപോലെ തന്നെ അടക്കവും ഒതുക്കവുമൊക്കെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവും. ആ നിസ്കാരത്തിന് കൃത്യത പാലിക്കുക, എല്ലാ നമസ്കാരത്തിന്റെ കൂടെയുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിക്കുക. വീട്ടിന്റെ അടുത്താണെങ്കിൽ വീട്ടിലേക്ക് മടങ്ങി ശേഷമുള്ള സുന്നത്ത് നമസ്കാരം വീട്ടിൽ നിന്ന് നടത്തുക. അത് ജീവിതത്തിന്റെ ഒരു ചിട്ടയായ ഭാഗമായി സ്വീകരിക്കുക. 5 നേരം നദിയിൽ ചെന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഒരാൾ കുളിച്ചാൽ എങ്ങനെ വൃത്തിയാകും അയാളുടെ ശരീരം, അതുപോലെ 5 നേരം കറക്റ്റ് നമസ്കരിക്കുന്ന ഒരാളുടെ ഹൃദയം ശുദ്ധമായി കൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിസ്കാരം ഒരു പ്രകാശമാണ്.
അത് എപ്പോഴെങ്കിലും നിസ്കരിക്കുകയില്ല. ളുഹറിന് അതിന്റെ സമയമുണ്ട്, അസറിന് അതിന്റെ സമയമുണ്ട്. പള്ളിയിൽ ഔദ്യോഗികമായ ഒരു ജമാഅത്ത് ഉണ്ടെങ്കിൽ ആ ജമാഅത്തിനാണ് ജമാഅത്തിന്റെ കൂലി. അതല്ലെങ്കിൽ പിന്നെ ജമാഅത്തിന് അർത്ഥമില്ല. പള്ളിയിൽ ളുഹർ നമസ്കാരം 12:50 ആ 12:50 പങ്കെടുക്കുന്ന ആളുകൾക്കാണ് ആ ജമാഅത്തിന്റെ പൂർണ്ണമായ കൂലി. ഒരു 4 ആൾ തീരുമാനിക്കാൻ നമുക്കൊരു 1:30 പോവാം, എന്നിട്ട് നമുക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കാം. പക്ഷെ പള്ളിയിൽ ഔദ്യോഗികമായ ജമാഅത്തിന്റെ കൂലി അതിന് കിട്ടൂല. അപ്പൊ ആ ജമാഅത്ത്, ഒരു മഹല്ലിലെ ജമാഅത്ത് എന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ഔദ്യോഗികമായ അതിന്റെ ആദ്യ ജമാഅത്തിൽ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ നാം ജമാഅത്തിൽ ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ സമയബന്ധിതമാണ്. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, നിസ്കാരം സമയനിർണിതമാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുർആനിന്റെ വചനമോദി നമ്മെ പഠിപ്പിച്ചു. നമ്മൾ മാത്രം നിസ്കരിക്കില്ല, നമ്മുടെ വീട്ടിൽ വന്ന വിരുന്നുകാരോട് നിസ്കരിക്കാൻ പറയണം. അവരൊരു പെരുന്നാളിന് വന്നതാണ്, ഇനിയിപ്പോ അവരോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് ഒരു വെറുപ്പ് അതില്ല ഇസ്ലാമിൽ. എന്റെ അനുജന്റെ മക്കളുണ്ട്, ജേട്ടന്റെ മക്കളുണ്ട്, എളാപ്പയുടെ മക്കളുണ്ട്, മുത്താപ്പയുടെ മക്കളുണ്ട്, ഭാര്യയുടെ ജേട്ടത്തിയുടെയും അനിയത്തിയുടെയും മക്കൾ വന്നിട്ടുണ്ട്. അവർക്ക് കിടക്കാനുള്ള റൂം അപ്സ്റ്റെയറിൽ ഒരുക്കി കൊടുത്തു, വിരിപ്പ് കൊടുത്തു, ബെഡ് കൊടുത്തു, AC ഉണ്ട്. പക്ഷെ അവരോട് ചോദിക്കണം, അവർ നമ്മുടെ കൂടെ പള്ളിയിൽ വന്നിട്ടില്ല, യാത്രക്കാരാ അല്ലേ, കിബില എങ്ങോട്ടാന്ന് അവർ ചോദിക്കണില്ല. അപ്പൊ അവരോട് പറയാ, നിങ്ങൾ നിസ്കരിച്ചോ, കിബില എങ്ങോട്ടാണ്, നിസ്കരിക്കണം, നിസ്കരിക്കാതെ ആരും ഉറങ്ങരുത്. ചെറിയ കുട്ടികളല്ലാത്തവരോടൊക്കെ ആ നിസ്കാരത്തെ തൊട്ട് നിങ്ങൾ കൽപ്പിക്കണം. നിങ്ങളുടെ കുടുംബത്തിലെ മക്കൾ 25 വയസ്സായിട്ടുണ്ട്, 30 ആയിട്ടുണ്ട്, നിങ്ങളുടെ മകനാണ്, അവനോട് നിസ്കാരത്തെ തൊട്ട് പറയണം, നിസ്കരിച്ചോ എന്ന് ചോദിക്കണം. നമസ്കാരത്തെ തൊട്ട് നിന്റെ കുടുംബത്തോട് നീ കൽപ്പിക്കണം. നീ കൽപ്പിക്കുമ്പോൾ ചില ക്ഷമ നിനക്ക് വേണ്ടി വരും. മക്കളാണെങ്കിൽ ചിലപ്പോ തട്ടുത്തരം പറയും, ഞാൻ ചെറിയ കുട്ടിയൊന്നുമില്ല എന്നൊക്കെ പറയും. ബാപ്പാനോട് പറയും, നിങ്ങളെ കല്യാണം കഴിച്ച മോനും മരിയോളും അവര് ചിലപ്പോ നിസ്കാരത്തിന്റെ ശ്രദ്ധ വിട്ടുപോയ സമയത്ത് ബാപ്പ പോയി 2 പേരെ ഓർമ്മപ്പെടുത്തി, നിസ്കരിക്കണം കേട്ടോ, പള്ളിയിൽ കണ്ടിട്ടില്ല നിന്നെ, നിസ്കരിച്ചോ എന്ന് ചോദിക്കുമ്പോ ചിലപ്പോ അവിടെ നിന്ന് ക്ഷമിക്കാൻ പറ്റാത്ത വാക്കുകൾ കേട്ടെന്ന് വരാം. ഞാൻ ചെറിയ കുട്ടിയൊന്നുമില്ല, ഇനി എന്റെ കാര്യം നോക്കാൻ ഞാനായിട്ടുണ്ട്, നിങ്ങളെ എല്ലാ സമയത്തും എന്നിങ്ങനെ ഓർമ്മപ്പെടുത്തൊന്നും വേണ്ട. നിസ്കാരത്തെ തൊട്ട് നീ ഉപദേശിച്ചിട്ട് കേൾക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കണം. നമസ്കാരത്തെ തൊട്ട് നീ കൽപ്പിക്കണം. നമ്മൾ ചെയ്യലുണ്ടോ? നമ്മളെ വീട്ടിൽ വിരുന്ന് വന്നാല് നമ്മളെ അനുജന്റെ മക്കളോട്, ജേട്ടന്റെ മക്കളോട് ചിലപ്പോ ഉമ്മ പറയും, അവര് വർഷത്തിൽ ഒരു ദിവസം വരുന്നതാ, നീ അവരോട് പോയി നിസ്കാരത്തെ പറ്റി പറഞ്ഞ് വെറുപ്പിക്കാൻ നിൽക്കണ്ട, അവര് നിസ്കരിക്കാതിരിക്കുക, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇല്ല, പറയണം. അതാ മുസ്ലിം. ചൂടാവേണ്ട ആവശ്യമില്ല, ക്രോധാകുലനാകണ്ട, രോഷാകുലനാകണ്ട, ദേഷ്യം പിടിക്കണ്ട. നിസ്കാരത്തെ തൊട്ട് കൽപ്പിക്കണം. എന്നിട്ട് അല്ലാഹ് ആയത്ത് അവസാനിപ്പിക്കണം എങ്ങനെ അറിയോ? ലാ നസ്അലുക റിസ്കൻ, ഞാൻ നിങ്ങളോട് ഒരു ഉപജീവനവും ചോദിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനാണ്. നഹ്നു നർസുഖുക, ഞാനാണ് നിനക്ക് ഉപജീവനം നൽകുന്നത്. അതുകൊണ്ട് ഞാൻ നിനക്ക് ഉപജീവനം നൽകി. നിങ്ങളെ കൂട്ടത്തിൽ കോടീശ്വരന്മാരും രക്ഷപ്രഭുക്കന്മാരും വലിയ വരുമാനമുള്ളവരും ഉണ്ടാകും. അല്ല പറയാ, നിന്റെ വരുമാനവും ആസ്തിയും സമ്പത്തും ഒന്നും നിനക്ക് നെകളിപ്പ് കാണിക്കാനുള്ളതല്ല. മര്യാദയോടുകൂടി നിസ്കരിച്ചു കൊള്ളണം. ഞാനാ നിനക്ക് ഉപജീവനം നൽകുന്നത്, നീ എനിക്ക് ഉപജീവനം നൽകുന്നില്ല. കണ്ടോ അള്ളാന്റെ ശൈലി? ഇത് റബ്ബിന്റെ ശൈലിയാണ്. അത് ചില വിഷയങ്ങളിൽ അള്ളാഹ് വളരെ സ്ട്രോങ് ആയിട്ടാണ് സംസാരിക്കുക. ഒരു നിസ്കാരം എന്നത് ഒരു മുസ്ലിമും ഒരു അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസമാണ്. അതില് അല്ലാഹു തആല വിട്ടുവീഴ്ച പറഞ്ഞിട്ടില്ല. അതാ കണ്ണു കാണാത്ത സഹാബിയോട് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ ജമാഅത്തിനെത്താൻ പറഞ്ഞത്. ഞാൻ വരുന്ന വഴിയിൽ ചില ഇഴജന്തുക്കളുണ്ട് നബിയെ, ഞാൻ വരുന്ന വഴിയിൽ ചില ഇഴജന്തുക്കളുണ്ട്. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കയ്യിൽ വടിയില്ലേ, അതിങ്ങനെ മുന്നിൽ തട്ടി വന്നാൽ മതി. കണ്ടോ? കാരണം പാമ്പുകൾക്കൊന്നും ചെവിയില്ല. അപ്പൊ അവരുടെ നമ്മുടെ കാല് ശബ്ദവും അതിന്റെ തരംഗമൊക്കെ കിട്ടിയിട്ടാണ് അവർ മാറുക. അതുകൊണ്ട് പണ്ടത്തെ പ്രായമുള്ള ആളുകൾ പറയും, ഞങ്ങളെ നാട്ടിലൊക്കെ മലപ്പുറം ജില്ലയിൽ പറയാം, കാൽക്കൽ തട്ടി നടക്കണം എന്നാ പറയാ.
ഒരു വടി കൊണ്ട് കാൽക്കൽ തട്ടി നടക്കണം രാത്രി വരുമ്പോ, ലൈറ്റും ടോർച്ചൊന്നും ഇല്ലെങ്കിൽ. എന്തിനാണത്? അതൊരു വടി കൊണ്ട് ഇങ്ങനെ തട്ടുമ്പോ അവിടെ വല്ല പാമ്പും കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറിക്കോളും. കാരണം അവർക്ക് ചെവിയില്ല. ഈ ഉള്ള തരംഗത്തിലൂടെയാണ് അവർ മാറുക. അത് പ്രവാചകൻ അന്ധനായ സഹാബിയോട് പറഞ്ഞത്, വരാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാ ഒരു വടിയുണ്ട്, കണ്ണു കാണാത്ത ഒരാളെന്ന നിലക്ക് സ്വാഭാവികമായി കയ്യിൽ വടി ഉണ്ടാവും. ആ വടി കൊണ്ട് തട്ടി തട്ടി വന്നാൽ മതി. എന്നിട്ടും വരണ്ടെന്ന് പറഞ്ഞു? ഇല്ല. അപ്പൊ രണ്ട് കണ്ണും കാണുന്ന, ജിമ്മിന് പോകുന്ന, കരാട്ട പഠിക്കുന്ന, നല്ല ആരോഗ്യ ദൃഢഗാത്രന്മാരായ യൂത്തന്മാരെന്നറിയപ്പെടുന്നവർ റബ്ബിന്റെ ഭവനത്തിൽ വരാതിരിക്കുന്നതിന് റബ്ബിന്റെ മുമ്പിൽ എന്തോ ബോധിപ്പിക്കാനുണ്ടാവും നമുക്ക്. എന്താ നമ്മൾ അള്ളാന്റെ മുമ്പിൽ പറയാ? വരാതിരിക്കാൻ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സ്വലാത്തുൽ ജമാഅ, ജമാഅത്തായിട്ടുള്ള നമസ്കാരം, തഫ്ളലു അലാ സ്വലാത്തിൽ ഫദ്ദി, ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ബി27 ദറജ, 27 ഇരട്ടി പ്രതിഫലം. ഇവിടെ ആണും പെണ്ണൊന്നും വ്യത്യാസം പറഞ്ഞിട്ടില്ല. പെണ്ണിന് നിർബന്ധമല്ല ജമാഅത്ത് പള്ളിയിൽ. പക്ഷേ ഈ ഹദീസുകളിലൊന്നും പെണ്ണിനും ആണിനും വ്യത്യാസം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പള്ളിയിൽ വരുമ്പോ എന്റെ ഭാര്യക്കും കൂടി വരാൻ സൗകര്യം ഉണ്ടെങ്കിൽ അവളെയും കൊണ്ടുവന്നാ അവക്കും കിട്ടും 27 ഇരട്ടി പ്രതിഫലം. ഞാൻ വരുമ്പോ എന്റെ മോളെയും കൂടി കൊണ്ടുവന്നാൽ അവൾക്കും കിട്ടും 27 ഇരട്ടി പ്രതിഫലം. പക്ഷെ അവൾക്ക് വരൽ നിർബന്ധമുണ്ടോ? മോനെ വിളിക്കുന്നത് പോലെ മോളെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മോന് നിർബന്ധാണ് പള്ളിയിൽ ജമാഅത്തിലെട്ട്, മോക്ക് നിർബന്ധമല്ല. വന്നാൽ അവൾക്കും കിട്ടും 27 ഇരട്ടി പ്രതിഫലം. ഭാര്യയ്ക്ക് വരൽ നിർബന്ധമല്ല, പക്ഷെ വന്നാൽ അവൾക്കും കിട്ടും 27 ഇരട്ടി പ്രതിഫലം. വീട്ടിൽ നിന്ന് ളുഹ്ർ നിസ്കരിച്ചു, ഒരു ളുഹ്റിന്റെ കൂലിയാ കിട്ടുക. പള്ളിയിൽ നിന്ന് ളുഹ്ർ നിസ്കരിച്ചു, ഞാനും ഭാര്യയും ജമാഅത്തിൽ പങ്കെടുത്തു, 27 ഇരട്ടി വരെ കിട്ടാം. 27 ളുഹ്റിന്റെ കൂലി ലഭിച്ചേക്കാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ്. മാക്സിമം എത്ര ഇരട്ടി കിട്ടാൻ പറ്റുമോ അത്രത്തോളം റബ്ബിന്റെ മുമ്പിൽ നിന്ന് വാങ്ങാനാണ് ഞാനും നിങ്ങൾ ശ്രമം നടത്തേണ്ടത്. മൻ സല്ലൽ ഇശ, ആരെങ്കിലും ഒരാൾ ഇശ നമസ്കരിച്ചു, ഫീ ജമാഅത്തിൻ, ജമാഅത്തായിട്ട് നമസ്കരിച്ചത്, ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈലി, രാത്രിയുടെ പകുതി നമസ്കരിച്ചവനെ പോലെയുള്ള കൂലി അല്ലാഹു അവന് കൊടുക്കും. കണ്ടോ? ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതിപ്പോ ഈ ഖുതുബയിൽ ആദ്യമായിട്ട് കേൾക്കില്ല, നമ്മളൊന്നും മുമ്പും കേട്ടിട്ടുണ്ടാവും. ഇശാ ജമാഅത്ത് കിട്ടിയാൽ രാത്രി പകുതിയോളം നമസ്കരിച്ചവനെ പോലെയാണ്. എന്നിട്ട് എത്ര ഇശാന്റെ ജമാഅത്ത് നമുക്ക് നഷ്ടപ്പെട്ടു. യാത്രക്കാരനായിട്ടാണ് പുറത്തിറങ്ങിയാൽ ഐസ് പോലെ കട്ടയായി പോകുന്ന, മരവിച്ചു പോകുന്ന തണുപ്പുണ്ടായതുകൊണ്ടാണോ നമ്മളെ ജമാഅത്ത് പോയത്? ശരീരം പൊള്ളിപ്പോകുന്ന കടുത്ത ചൂടുണ്ടായത് കൊണ്ടാണ്. വേണ്ട, ഇതൊക്കെ ഇസ്ലാം ഇളവ് തന്നതാണ്. പുറത്തിറങ്ങിയാൽ ശരീരം പൊള്ളിപ്പോകുന്ന ചൂട്, വീട്ടിൽ നിന്ന് നമസ്കരിച്ചാൽ മതി. തണുത്തു വിറച്ച് മരവിച്ചു പോകുന്ന തണുപ്പ്, വീട്ടിൽ നിന്ന് നമസ്കരിച്ചാൽ മതി. രാജ്യത്തിന്റെ ഭരണാധികാരികൾ പുറത്തിറങ്ങരുതെന്ന് ഓർഡർ ഇട്ടിട്ടുണ്ട്, വീട്ടിൽ നിന്ന് നമസ്കരിച്ചാൽ മതി. അതുകൊണ്ടൊക്കെയാണോ നമ്മുടെ ജമാഅത്ത് പോയത്? ആണോ? നമ്മുടെയൊക്കെ ജമാഅത്ത് അതുകൊണ്ടാണ് പോയത്. ഗവൺമെന്റ് പറഞ്ഞ ആരും പുറത്തിറങ്ങരുത്, അല്ലെങ്കിൽ ശരീരം പൊള്ളിപ്പോകുന്ന ചൂടാണ്, അല്ലെങ്കിൽ മരവിച്ചു പോകുന്ന തണുപ്പാണ്. ഈ കാരണം കൊണ്ടൊക്കെയാണോ അല്ലാഹു ഇളവ് തരും? പ്രശ്നമില്ല. പക്ഷെ അതുകൊണ്ടാണോ നമ്മുടെ ജമാഅത്ത് പോയത്? അപ്പോ ഇശാ ഒരാൾ ജമാഅത്തായി നമസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, രാത്രിയുടെ പകുതി നമസ്കരിച്ചവനെ പോലെയാണ്. വൻ സല്ല സുബ്ഹ്, ഒരാൾ സുബ്ഹി ജമാഅത്തായി നമസ്കരിക്കുകയാണ്, ഫി ജമാഅ, ജമാഅത്തായി നമസ്കരിച്ചു, ഫകഅന്നമാ സല്ലൽ ലൈല കുല്ല, രാത്രി മുഴുവൻ നമസ്കരിച്ചവനെ പോലെയാണ്. അധിക ആളുകളുടെ ജമാഅത്ത് ഏത് ജമാഅത്താ പോവാറുള്ളത്? സുബഹിയാണ്. സുബഹി ജമാഅത്ത് കിട്ടിയാൽ അന്നത്തെ ദിവസം ഒരു റാഹത്താണ്. അല്ലാഹുവിന്റെ ഒരു പ്രത്യേക സുരക്ഷിതത്വം അവന് കൊടുക്കും. ആ രാത്രി മുഴുവൻ നമസ്കരിച്ചവനെ പോലെയാണ്. മുനാഫിക്കുകൾക്ക് ഏറ്റവും ഭാരമേറിയ നിസ്കാരം സുബഹിയാണ്. ഒരു കളിയുണ്ട് എന്ന് പറഞ്ഞു നോക്കി ചെറുപ്പക്കാരോട്. 6 മണിക്ക് തുടങ്ങും കളി. ബാറ്റൊക്കെ എടുത്തോനവിടെ എത്തിയിട്ടുണ്ടാവും. ഒരു പ്രശ്നമല്ല. ശൈത്താൻ പറയും നേരത്തെ പോയിക്കോ, ഓന്റെ മൊബൈൽ അടിക്കുമ്പോ തന്നെ ഓൻ അറിയും, ഓന്റെ ഉമ്മ വിളിക്കണ്ട, വാപ്പ വിളിക്കണ്ട, കാരണം ശൈത്താന്റെ സഹായം. സുബഹിക്കോ അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് 1ാമത്തെ അടി തന്നെ ഓഫാക്കും. കുറച്ചേരം കൂടി കിടക്കാന്ന് വിചാരിക്കും. മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കും പിശാച്. ബാങ്ക് കൊടുക്കുന്നല്ലേ ഉള്ളൂ, 20 മിനിറ്റ് സമയം, ഒരു 10 മിനിറ്റ് കൂടി കിടക്കാൻ, പിന്നെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട്. അതെന്താ? അതൊന്ന് റബ്ബിന് ഇഷ്ടപ്പെട്ട ഇബാദത്താ, പിശാചിന് ഇഷ്ടമില്ലാത്ത ഇബാദത്താ.
സുബഹിയുടെ സമയത്തും അസറിന്റെ സമയത്തും മലക്കുകൾ ഡ്യൂട്ടി കൈമാറുന്ന സമയമാണ്. ആകാശത്തിലേക്ക് കയറിപ്പോകുന്ന സമയമാണ്. അല്ലാഹു തആല ഡ്യൂട്ടി കഴിഞ്ഞ മലക്കുകളോട് ചോദിക്കും, എന്റെ അടിമകളുടെ അവസ്ഥ എന്താണ്? മലക്കുകൾ പറയാ, തറഖ്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ ചെന്നപ്പോഴും അവർ നിസ്കരിക്കുകയാണ്, ഞങ്ങൾ വരുമ്പോഴും അവർ നിസ്കരിക്കുകയാണ്. സുബഹിയുടെയും അസറിന്റെയും സമയത്ത് മലക്കുകൾ ഡ്യൂട്ടി കൈമാറുക. അവർ കയറി പോകുമ്പോ അല്ലാഹു അവരോട് ചോദിക്കും, എന്താണ് എന്റെ അടിമകളുടെ അവസ്ഥ? സുബഹിക്ക് ഞങ്ങൾ ചെന്നപ്പോഴും അസറിന് ഞങ്ങൾ മടങ്ങുമ്പോഴും, അസറിന് ഞങ്ങൾ ചെന്നപ്പോഴും സുബഹിക്ക് ഞങ്ങൾ മടങ്ങുമ്പോഴും അവർ നിസ്കാരത്തിലാണ് അല്ലാഹുവേ എന്ന് സത്യസന്ധന്മാരും സത്യവിശ്വാസികളുമായ അടിമകളെ കുറിച്ച് പറയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിസ്കാരം എന്നത് ഒരു മുസ്ലിമിന് ഒരു ഐസിയിൽ കടന്നു പോലും ഒഴിവാക്കാൻ പറ്റില്ല. ബോധമുണ്ടോ നിസ്കരിച്ചോളണം. ഒരു ആക്സിഡന്റ് ആയിട്ട് കിടക്കുകയാണ്, കയ്യും കാലും മുറിഞ്ഞിട്ടുണ്ട്, സർജറി ചെയ്ത് കിടക്കുകയാണ്, ഓപ്പറേഷൻ നടക്കുകയാണ്. സുബഹിയുടെ സമയത്താണ് നടക്കുന്നത്. ഇപ്പൊ സൂര്യൻ ഉദിക്കും, ശരി, ഓരോ സർജറി നടക്കുക. ബോധമുണ്ടെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ ബോധമുണ്ട്, സുബഹിയുടെ നേരാണ്, കൈ അനക്കാൻ പറ്റൂല, കാലനക്കാൻ പറ്റൂല, മനസ്സുകൊണ്ട് നിസ്കരിച്ചോളണം. നിസ്കാരം ഉപേക്ഷിക്കാൻ ഒരു മാർഗമല്ല. യുദ്ധം നടക്കുമ്പോ നിസ്കരിക്കണം, യുദ്ധം നടക്കുമ്പോ വരെ നിസ്കരിക്കണം. അതിന് പ്രത്യേക ക്രമീകരണങ്ങളുണ്ട്, അതിന് പ്രത്യേകമായ രീതിയുണ്ട്. ഒരു സമയത്ത് നമ്മളെ ആംബുലൻസിൽ കൊണ്ടുപോകേണ്ടത് മഗ്‌രിബിന്റെ നേരാ, നമ്മൾ ആംബുലൻസിലാണ്. നമുക്ക് പലതും പറയണമെന്നുണ്ട്, പക്ഷെ ഉണ്ടാൻ കഴിയില്ല. മനസ്സിൽ ഓർമ്മയുണ്ട്, ആ ആംബുലൻസിന്റെ സ്ട്രെച്ചറിൽ കടന്നുകൊണ്ട് നിസ്കരിച്ചോളണം മനസ്സുകൊണ്ട്. അല്ല, അങ്ങനെ മരിച്ചാൽ, ഈ ബോധമുണ്ടായിട്ട് നിസ്കരിക്കാതെ മരിച്ചാൽ അവസാന സമയത്ത് നിസ്കാരം നിർവഹിക്കാത്തവനായി മരിക്കും. പിന്നെ ഒതൊന്നും വേണ്ട, എങ്ങനെയാണോ മനസ്സുകൊണ്ട് ചെയ്യാൻ പറ്റുക അങ്ങനെ നിസ്കരിച്ചാൽ മതി. അവ നിസ്കരിക്കണം, നിസ്കാരം ഉപേക്ഷിക്കാൻ പറ്റൂല. തയമ്മം ചെയ്യണം, തയമ്മം ചെയ്യാനും കഴിയണമെങ്കിലെങ്കിലോ മനസ്സുകൊണ്ടൊരു തയമ്മം ഉണ്ടാവും, എന്നാലും നിസ്കാരം ഉപേക്ഷിക്കാൻ പറ്റൂല. അതാ മുസ്ലിം. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ബൈന റജുലി വബൈന ശിർകി വൽ കുഫ്രി, ഒരു മനുഷ്യനും കുഫറും ശിർക്കും തമ്മിലുള്ള വ്യത്യാസം. കുഫർ എന്നത് കാപ്പട്ടിയല്ല. കുഫർ എന്നെന്താ? സത്യനിഷേധം. കാഫിർ എന്നെന്താ? സത്യത്തെ നിഷേധിച്ചവൻ, മൂടി വെച്ചവൻ. കർഷകൻ അറബിയിൽ എന്താ പറയാ? കാഫിർ എന്ന് പറയാ. വിത്ത് മൂടി വെക്കുന്നവൻ. പയറിന്റെ വിത്തൊക്കെ മണ്ണിലേക്ക് ഇട്ട് മണ്ണ് കൊണ്ട് മൂടിയവനെ അറബിയിൽ കാഫിർ എന്ന് പറയാം. ഇതൊക്കെ അറിയാം, എന്നിട്ട് മൂടി വെക്കുന്ന ആക്കും കാഫിർ എന്ന് പറയാ. അല്ല, അഹമ്മദ് മുഹമ്മദ് എന്ന് പേരിട്ട് സത്യത്തെ മൂടി വെച്ചാൽ ഓനും കാഫിറാവും. അതുകൊണ്ട് ഒരു കാഫിറും ഒരു മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം, ഷിർക്കും ഒരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം, കുഫറും ഒരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം തർക്കുസ്സലാത്ത്, നമസ്കാരത്തെ ഉപേക്ഷിക്കലാണ്. നമസ്കാരം ഉപേക്ഷിച്ചോ എന്നാ പിന്നെ അവനും ഇവനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. വളരെ ഗൗരവത്തോടെയാണ് പറഞ്ഞത്. മൻ തറക സ്വലാത്തൽ അസ്ർ, ഒരാൾക്ക് അസ്ർ നഷ്ടപ്പെട്ടാൽ ഫഖദ് ഹബിത അമലുഹു, അവന്റെ അമൽ അല്ലാഹു പൊളിച്ചു കളയും. ഇത്ര ഹദീസുകളിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പറയാൻ കാരണം എന്താ? അസർ മടിയന്മാർക്ക് കുറച്ച് പ്രയാസ നിസ്കാരം, സുബഹിക്ക് മടിയുള്ള ആളുകൾക്ക് നിസ്കാരം കുറച്ച് പ്രയാസമുള്ളതാ. ളുഹ്ർ നിസ്കരിക്കും, എന്നിട്ട് കിടന്നുറങ്ങും. പിന്നെ അങ്ങനെ അസറിന്റെ സമയം ബാങ്ക് കൊടുത്താൽ എണീറ്റ് വരാനൊക്കെ ഒരു മടിയുണ്ട്. അങ്ങനെ തിരിഞ്ഞും അങ്ങോട്ട് നിന്നു ഇങ്ങോട്ട് നിന്നു, അപ്പോഴേക്കും മഗ്‌രിബാവും. അസർ നഷ്ടപ്പെട്ടു. ഹബിത അമലുഹു, അവന്റെ അമൽ അല്ലാഹു പൊളിച്ചു കളയും. അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ, അല്ലാഹു ഏറ്റവും ഒരു അടിമയുമായി അടുക്കുന്ന സമയം അവൻ സുജൂദിലാകുമ്പോഴാണ്. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം അതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പലരും പലതും പറഞ്ഞ് കളിയാക്കി പ്രവാചകനെ ഇട്ട് വേദനിപ്പിച്ചപ്പോ, പ്രവാചകന്റെ ആ ഖൽബ് പെടഞ്ഞപ്പോ, മനക്ലേശമുണ്ടായപ്പോ അല്ലാഹു പറഞ്ഞു, വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക, താങ്കളുടെ ഹൃദയം കുടുസമായി പ്രയാസപ്പെടുന്നുണ്ട് എന്ന് നാം അറിഞ്ഞിട്ടുണ്ട്. ബിമാ യഖൂലൂൻ, അവര് പറയുന്നതിനെ തൊട്ട്. അതുകൊണ്ട് നബിയെ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, താങ്കളുടെ റബ്ബിനെ താങ്കൾ സ്തുതിക്ക്. വകും മിനസ് സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരുടെ കൂടെ, അവരുടെ കൂടെ ചേരൂ.
സുജൂദ് വർദ്ധിപ്പിക്കൂ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല മനസ്സ് ശാന്തമാകാൻ. പലരും കളിയാക്കുമ്പോ, പലരും പരിഹസിക്കുമ്പോ നമ്മുടെ മനസ്സിന് സ്വസ്ഥത കിട്ടാൻ നിങ്ങൾ തുമഇനിയത്തോടുകൂടി, അടക്കത്തോടുകൂടി, ഒതുക്കത്തോടുകൂടി നമസ്കാരം നിർവഹിക്കൂ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. പക്ഷെ അതൊരു അടക്കൊതുക്കൊക്കെ വേണം. റുക്കൂലേക്ക് പോകുന്നത് കണ്ടു, ഉയർന്നു. സുജൂദിലേക്ക് പോകുന്നത് കണ്ടു, സുബ്ഹാന റബ്ബിയൽ അഅല പറയാൻ സെക്കൻഡുകൾ മതി, അതുപോലും പറയാൻ സമയം, അപ്പോഴേക്ക് ഉയർന്നു. അപ്പൊ ആർക്കോ വേണ്ടി നടത്തുന്ന ഒരു യാന്ത്രികമായ പ്രക്രിയയല്ല നമസ്കാരമെന്ന് ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുക. അള്ളാഹു ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. യാ അയ്യുഹല്ലദീന ആമാനു, വിശ്വാസികളെ, ഇർകഉ, നിങ്ങൾ സുജൂദ് ചെയ്യൂ, വസ്ജുദൂ, നിങ്ങൾ റുകൂഉ ചെയ്യൂ, നിങ്ങൾ സുജൂദ് ചെയ്യൂ. ഇർകഉ, നിങ്ങൾ റുകൂഉ ചെയ്യൂ, വസ്ജുദൂ, നിങ്ങൾ സുജൂദ് ചെയ്യൂ. വഅബ്ദൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. പരിശുദ്ധ ഖുർആന്റെ കൽപ്പന നിങ്ങൾക്ക് വിജയിക്കാനാ ഖുർആൻ പറയണത്. അതുകൊണ്ട് നിസ്കാരം കറക്റ്റ് ഉണ്ടോ, ശിർക്കില്ലേ, വിജയത്തിന്റെ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെ അവന്റെ ഇഷ്ടദാസന്മാരിൽ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊക്കെ അറിയുന്ന ഒരു സൂറത്തിന്റെ തുടക്കം തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു. എന്താ, അവർക്ക് ചില ക്വാളിറ്റി ഉണ്ടാകുമെന്ന് അള്ളാഹ് അങ്ങനെ എണ്ണാണ്. അതിൽ ഒന്നാമത്, ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ആദ്യം അള്ളാഹു എണ്ണിയത് അല്ലദീനഹും, അവർ ഫീ സ്വലാത്തിഹിം, അവിടെ നമസ്കാരങ്ങളിൽ ഖാശിഊൻ, ഭക്തിയുള്ളവരായിരിക്കും. നല്ല ഭക്തിയിൽ നിസ്കാരം നിർവഹിക്കുന്നവരായിരിക്കും. വെള്ളിയാഴ്ചയല്ലേ, എങ്ങനെ ഇപ്പൊ പള്ളിയിൽ പോവാതിരിക്കുക? കുടുംബക്കാരെന്താ വിചാരിക്കുക, നാട്ടുകാരെന്താ വിചാരിക്കുക? ആ നിയ്യത്തിലാണോ കാറും കൊണ്ട് വിട്ടത്? നഷ്ടാണ്. ആ നിയ്യത്തിലാ സ്കൂട്ടി ഇങ്ങോട്ട് ഓടിച്ചത്? നഷ്ടമാണ്. ആ നിയ്യത്തിലാ ഇങ്ങോട്ട് നടന്നത്? നഷ്ടമാണ്. എന്റെ റബ്ബ് നിർബന്ധമാക്കിയ ഒരു ആരാധന നിർവഹിക്കാൻ എന്ത് പ്രയാസം അനുഭവിച്ചാലും എന്റെ റബ്ബിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട്, കൂലി ആഗ്രഹിച്ചുകൊണ്ട്, നാളത്തെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട്, അതായിരിക്കണം നമ്മുടെ നിയ്യത്ത്. അപ്പോഴാ നമ്മുടെ നിയ്യത്ത് ക്ലിയർ ആവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റഅസുൽ അംരി അൽ ഇസ്ലാം, പ്രവാചകൻ പറയാ, കാര്യങ്ങളുടെ മുഴുവൻ തലവൻ അൽ ഇസ്ലാം, ഇസ്ലാം എന്ന മതമാണ്. നമ്മുടെ എല്ലാ പ്രശ്നത്തിന്റെയും നമ്മുടെ തലവനായി നേതൃത്വത്തിൽ നിൽക്കേണ്ടത് ദീനാണ്. എന്ത് പ്രശ്നം ഉണ്ടാവും, ലോകത്ത് എന്ത് പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നമ്മൾ ദീൻ എന്ത് പറയുന്നു അവിടെയായിരിക്കണം നമ്മുടെ നിലപാട്. ആവേശം, മനസ്സിലായില്ലേ? ചില ആളുകൾ സംസാരിക്കുക അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഇപ്പത്തെ അങ്ങനെ ഇങ്ങനെ ഇപ്പത്തെ സാഹചര്യം എന്നൊക്കെ പറഞ്ഞിട്ടാ പറയാ. അതൊക്കെ സത്യം നമുക്കറിയാം, പക്ഷെ അതൊന്നും നടക്കൂല. അതില്ല. ഒരു മുസ്ലിം പരിഗണന കൊടുക്കേണ്ടത് ദീനിനാവണം. റഅസുൽ അംരി അൽ ഇസ്ലാം, കാര്യങ്ങളുടെ തലവൻ ഇസ്ലാമാണ്. വഅമൂദുഹു, ആ ഇസ്ലാമിന്റെ നെടുംതൂണ്, കാര്യങ്ങളുടെ തലവൻ ഇസ്ലാമാണ്. വഅമൂദുഹു, ആ ഇസ്ലാമാകുന്ന മതത്തിന്റെ തൂണ് അസ്സലാ, നമസ്കാരമാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യനോട് ആദ്യമായി അവനെ വിചാരണയ്ക്ക് വിധേയമാക്കുന്നത് മിൻ അമലിഹി, അവന്റെ അമലുകളുടെ കൂട്ടത്തിൽ അസ്സലാത്ത്, നമസ്കാരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ മാത്രം നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കാൻ കാരണം റമദാൻ കഴിഞ്ഞപ്പോഴേക്ക് ആളുകളോട് നിസ്കാരത്തെ പറ്റി പറയേണ്ടി വന്നു എന്നതുകൊണ്ടാണ്. റമദാൻ കഴിഞ്ഞിട്ട് നമ്മൾ നടത്തിയ യാത്രയിലൊക്കെ പള്ളികളിൽ ഓരോ ജമാഅത്തിൽ കയറുമ്പോ റമദാനിൽ കണ്ട തിരക്കില്ല. പോയി സുബഹിക്ക് 2 സ്വഫാളുണ്ടായിരുന്നത് റമദാനിന് മുമ്പ്, റമദാനിനോ 8 സ്വഫ്, 9 സ്വഫാൾ. റമദാൻ കഴിഞ്ഞപ്പോഴോ വീണ്ടും 2 സ്വഫ്. അപ്പൊ ബാക്കി ആളുകളൊക്കെ അവിടെ നാട് വിട്ടോ? ഇല്ല, നാട്ടിലുണ്ട്. ഇനി അടുത്ത റമദാൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നോമ്പ് നഷ്ടമാണ്,
ഈ പ്രദേശത്തില്ലാത്തവരുണ്ടാകാം, ഈ പള്ളിയിൽ വരാൻ കഴിയാത്തവരുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ നാടിന്റെ അടുത്തൊരു പള്ളി ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ വീടിന്റെ പരിസരത്തൊരു പള്ളി ഉണ്ടാവുമല്ലോ, വേറെ മഹല്ലിൽ നിന്ന് ഈ പള്ളിയിലേക്ക് ഖുത്ബക്ക് വന്നവരുണ്ടാവുമല്ലോ. എവിടെയാണോ നിങ്ങൾ ജീവിക്കുന്നത് അവിടെ ഒരു പള്ളി ഉണ്ട് എങ്കിൽ ആ പള്ളിയിൽ നമ്മൾ ജമാഅത്തിനെത്തണം. ഇപ്പൊ ജുമയുടെ വിഷയം നോക്കി നിങ്ങൾ, ഓരോ പള്ളിയിലും ജുമാഅത്ത് തുടങ്ങുമ്പോ ഇത്ര ആളുണ്ടാവും? ഇല്ല. എല്ലാ മുസ്ലിങ്ങൾക്കും അറിയില്ല വെള്ളിയാഴ്ചയാണെന്ന് അറിയും, ഇന്നലെ അറിയില്ല, മിനിഞ്ഞാന്ന് അറിയും, ഇന്ന് സുബൈ കഴിഞ്ഞാൽ അറിയും, ഇന്ന് ജുമയുണ്ട് അറിയും. എന്നിട്ടും അങ്ങനെ എന്തേ കാരണം? ബാപ്പ ഹോസ്പിറ്റലിലാണോ, കാണാൻ പോയതാണോ, ഉമ്മാനും കൊണ്ട് ആശുപത്രിയിൽ പോയതാണോ? ഒന്നുമില്ല, വെറുതെ അങ്ങനെ മതി. ആ ബാങ്ക് 12:45 അപ്പൊ 12:45 ഇറങ്ങണത്. പിന്നെ എങ്ങനെ ഇവിടെ 3:45 എങ്ങനെ എത്തും? നിങ്ങൾ ഈ മെമ്പറിലേക്ക് കയറിയിട്ട് എന്തിനാ നമ്മളെ കുറ്റം പറയണമെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ നമുക്ക് മുമ്പേ അറിയും എല്ലാവർക്കും. ഇത് ജുമയുടെ ദിവസമാണ്, ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ്. എന്നിട്ടൊരു 5 മിനിറ്റ് നേരത്തെ 12:45 ബാങ്ക് വിളിക്കുമെങ്കിൽ ഒരു 12:40 ഒളിവെടുത്ത് പള്ളിയിലേക്ക് കയറി സുന്നത്തൊക്കെ നമസ്കരിച്ച് അവിടെ ഇരിക്കുക അല്ലേ? അങ്ങനെ നമുക്ക് വിചാരിച്ച നടക്കൂലേ? നടക്കൂല. ഇനി ജമാഅത്ത് കഴിഞ്ഞു ഉടനെ എത്ര പെട്ടെന്നാണ് ഒരു ദിക്ർ ചെല്ലാൻ സമയമില്ല. സുഹൃത്തുക്കളെ, എങ്ങോട്ടാണ് ഈ ഓട്ടം? ആർക്കു വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്? ചില ആളുകൾ ബൈക്കൊക്കെ ഓടിച്ചു പോണ കണ്ട നമുക്ക് തോന്നിപ്പോകും എന്തോ ഒരു എമർജൻസി കേസിൽ പോവുകയാണ്. ഇവിടെ നമ്മളിങ്ങനെ സാധാരണ സ്പീഡിൽ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞിങ്ങനെ നോക്കുമ്പോ ചിലപ്പോ റോഡ് സൈഡിൽ നിന്നിങ്ങനെ കാലിൽ കയറ്റി 2 ബുള്ളറ്റോ ബൈക്കൊക്കെ നിർത്തി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ടാവും ആ പോയ ആള്. അപ്പൊ എന്തിനാ ഈ പോക്ക് പോയത്? വെറുതെ. ഇതേപോലെയാണ് ചില ആളുകൾ ജുമാ ഒറ്റ ചാട്ട. എന്തിനാ പോകുന്നത്? ഇതാ മുറ്റത്തിറങ്ങിയിട്ട് വർത്താനം പറഞ്ഞു, എന്നാ അവിടെ ഇരുന്ന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 ലാ ഇലാഹ അതുപോലും ചെല്ലാൻ സമയമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറഞ്ഞു. എന്നിട്ടോ അവിടെ റോഡിൽ നിൽക്കുക, അവിടെ മുറ്റത്ത് നിൽക്കുക, അവിടെ ബൈക്കിലിരിക്കുക, കാറിലിരിക്കുക, ഇവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുക. എവിടേക്കാണ് ഈ ധൃതി? ഇത് നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത് എന്ന ബോധത്തോടു കൂടിയാകണം. ഇത് കുറ്റപ്പെടുത്താനല്ല പറയുന്നത്, ആരെയും ഏതെങ്കിലും അർത്ഥത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കാനല്ല പറയുന്നത്. ഞാനും നിങ്ങളും നമ്മുടെ പരലോകത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന ആലോചന ഉണ്ടാകാൻ വേണ്ടിയാണ്. ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പോരായ്മകൾ, അപാകതകൾ, വീഴ്ചകൾ പരിഹരിക്കാനുള്ളതാണ് നമ്മുടെ സുന്നത്തുകളൊക്കെ. അല്ലാഹു തആല നമ്മുടെ ഫർദിന് സംഭവിക്കുന്ന കേടുപാടുകൾ നാം നിർവഹിക്കുന്ന ഐച്ഛികമായ കർമ്മങ്ങളിലൂടെ പരിഹരിച്ച് അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ലോകത്തിന്റെ നാനാഭാഗത്ത് യുദ്ധഭീഷണികളാൽ, പ്രശ്നങ്ങളാൽ ആളുകൾ ആകെ മനപ്രയാസത്തോടുകൂടി ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് സമാധാനവും ശാന്തിയും അല്ലാഹുവേ നീ ഉണ്ടാക്കി ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ബാക്കിയുള്ളവർ, ഞങ്ങളെ പ്രതീക്ഷയർപ്പിക്കുന്നവർ അല്ലാഹുവേ പ്രവാസ ലോകത്ത് പലരുമുണ്ട്. വേദനിക്കുന്നവരാണ്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, റബ്ബേ താമസം നഷ്ടപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ അവർക്ക് നീ സമാധാനവും പോംവഴിയും ഉണ്ടാക്കി കൊടുക്കണേ അല്ലാഹ്. സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളുടെ കരങ്ങളാൽ ആ നാടിലെ ഗ്രാമത്തിലെ കുറെ മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അല്ലാഹുവേ അത് അറുത്തു മാറ്റാതെ അവരിലേക്ക് വീണ്ടും സഹായം എത്തിക്കുവാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇറാനിന്റെയും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ യുദ്ധക്കെടുതിയിൽ ഈ സമയത്ത് ഫലസ്തീനിന്റെ മണ്ണിൽ ചെന്ന് ഈ ഭീകര രാക്ഷസന്മാരായ ചെകുത്താന്മാരായ ജൂദായിസത്തിന്റെ പട്ടാളം അവിടുത്തെ കുട്ടികളെയും സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോവുകയും ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കുകയും പരിശുദ്ധ റമദാനിന്റെ പകല് പോലും അവരെ ക്രൂരതയ്ക്ക് വിധേയമാക്കുകയും ചെയ്ത വാർത്തകളാണ് ലോകത്ത് വരുന്നത്. അല്ലാഹുവേ ആ ഫലസ്തീനി മക്കൾക്ക്, അവിടുത്തെ സഹോദരിമാർക്ക്, അവിടുത്തെ പിഞ്ചു മക്കൾക്ക് നീ അഭയം നൽകണേ അല്ലാഹ്, ആശ്രയം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിന്റെ എക്കാലവും ശത്രുക്കളായി ജീവിക്കുന്ന ജൂതലോബികളെ സമൂഹത്തിന്റെയും ലോകത്തിന്റെയും മുന്നിൽ കൊണ്ടുവന്ന് ഒറ്റപ്പെടുത്തി അല്ലാഹുവേ ഈ ഉമ്മത്തിന് ഇസ്സത്തും അഭിമാനവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا تقبل منا إنك أنت السميع العليم اللهم خلص قلوبنا من الرياء اللهم خلص قلوبنا من النفاق اللهم خلص قلوبنا من الشرك والكفر آمين آمين برحمتك يا أرحم الراحمين.